പാലക്കാട് നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പാലക്കാട് കാളവണ്ടിയുമായി പോകുന്നതിനിടെ വഴി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ 24 വയസ്സുള്ള യുവാവിനെ കുത്തിക്കൊന്നു എന്ന വിവരം വരുന്നു. കൊഴിഞ്ഞാമ്പാറ ഒഴലപ്പതിയിലാണ് കേരാംപാറ സ്വദേശിയായ ഷഫീഖ് കൊല്ലപ്പെട്ടത്. ഷഫീഖിന്റെ സുഹൃത്തിനും കുത്തേറ്റു. കേരാംപാറ സ്വദേശിയായ നെൽസൺ, ജെൻസൺ എന്നിവരാണ് ആക്രമിച്ചത്. നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ ഷഫീഖിന് വഴി നൽകിയില്ല. ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, ഞെട്ടിക്കുന്ന സംഭവമാണ്. കാളവണ്ടിക്ക് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആളെ കുത്തിക്കൊല്ലി. ഇതെന്താ നാട്? എവിടെയാ സംഭവം? അരുൺകുമാർ, പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഒഴലപ്പതിക്ക് സമീപം കേരാമ്പാറയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അവിടെ പ്രദേശവാസികളായിട്ടുള്ള നെൽസനും അതുപോലെ തന്നെ ജെൻസൺ എന്ന് പറയുന്ന 2 യുവാക്കൾ കാളവണ്ടിയുമായി പോവുകയായിരുന്നു. ഇവർക്ക് പിന്നിൽ ബൈക്കിലെത്തിയതാണ് പ്രദേശവാസിയായിട്ടുള്ള ഷെഫീഖും സുഹൃത്ത് സിംസണും. ഈ കാളവണ്ടിക്ക് പിന്നിൽ ഷെഫീഖ് ഹോൺ അടിക്കുന്നു. അതായത് വഴി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഹോൺ അടിച്ചത്. പക്ഷേ ഇതിൽ ഈ പറയുന്ന നെൽസന് പെട്ടെന്ന് ദേഷ്യം വരികയും പിന്നാലെ ഈ 2 യുവാക്കളുടെ സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഈ തർക്കത്തിനൊടുവിലാണ് നെൽസണും അതുപോലെ തന്നെ ജെൻസണും ചേർന്ന് ഷെഫീഖിനെ കുത്തി കൊലപ്പെടുത്തിയത്. കേരാമ്പാറയിൽ ഈ നെൽസന്റെ വീട്ടുപരിസരത്ത് വെച്ച് തന്നെയായിരുന്നു ആക്രമണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷെഫീഖിന്റെ സുഹൃത്തുക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഷെഫീഖിന്റെ ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ സംഭവം? 10 മണിക്ക്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വണ്ടി ബാക്കിൽ പോയത്, കാളവണ്ടിൻ്റെ നെൽസന്റെ കാളവണ്ടി ബാക്കിൽ വഴി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹോർൺ അടിച്ചു. അപ്പോൾ ഹോർൺ അടിച്ചപ്പോൾ അവർ എന്തിനാ ഹോർൺ അടിക്കുക അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങളുടെ കാളവണ്ടി മുമ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി വീട്ടിൽ അയച്ചു വിട്ടിട്ട് പിന്നെ ബൈക്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ജംഗ്ഷനിലേക്ക് വന്നപ്പോൾ അവന്മാർ ഞങ്ങൾ ബാക്കിൽ 2 ബൈക്ക് വന്നു. 2 ബൈക്ക് വന്നപ്പോൾ ബാക്കിൽ ഒരു ബൈക്ക്, ഫ്രണ്ടിൽ ഒരു ബൈക്ക്. അപ്പോൾ ഫ്രണ്ടിൽ പോയ ബൈക്കിനെ റോട്ടിൽ ഒരു 10-15 പേര് നിന്നിട്ട് ചവിട്ടി താത്തിയിട്ട് അവന്മാർ 2 പേരിനെയും പിടിച്ച് നിർത്തി കുത്തിയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി അവരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഷെഫീഖിനും ആ സമയത്ത് ഈ നെൽസനാണ്? നെൽസൺ കുത്തിയത് ഞങ്ങൾ കണ്ടു. ഫോൺ അടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം? അത് തന്നെ. ഒരു വൈരാഗ്യം ഇല്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ ജില്ലാശുപത്രിയിലേക്കാണ്? ഇല്ല, ഞങ്ങൾ അത്താണി കൊണ്ടുപോയി. ആദ്യം അത്താണി കൊണ്ടുപോയി. പിന്നെ അവിടെ പറ്റില്ല പറഞ്ഞിട്ട് അഹല്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ കുറച്ച് നേരം നോക്കി. സിംസന് കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ഇവരെ 20% നോക്കാൻ പറ്റും, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പറഞ്ഞു. പിന്നെ 5% അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഒരുപാട് ഇതായിപ്പോയി അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ. ഇവിടെ ഷെഫീഖിൻ്റെ സഹോദരൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു ഹോൺ അടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഒരു കാളവണ്ടിക്ക് പിന്നിൽ, അതാണ് ഒരു യുവാവിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. നിലവിൽ ഷെഫീഖിൻ്റെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. ഷെഫീഖിൻ്റെ സുഹൃത്ത് സിംസണും കുത്തേറ്റിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയിട്ടുള്ള നെൽസണും ജെൻസണും കേരാമ്പാറ സ്വദേശികളാണ്. ഇവർ 2 പേരും ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പറയുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പിന്നാലെ ഈ 2 പേരും തമിഴ്നാട് ഭാഗത്തേക്ക് ഒളിവിൽ പോയി. ഏതായാലും ഇവരുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ എല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടും എന്നുള്ളതാണ് പോലീസ് സംഘവും അറിയിച്ചിട്ടുള്ളത്. നോക്കൂ, ഒരു കാളവണ്ടി പോകുന്നു, അതിന് പിന്നാലെ എത്തി ബൈക്കിൽ വഴി നൽകുന്നില്ല. അപ്പോൾ ഒരു ഹോൺ അടിച്ചു. ആ ഹോൺ അടിച്ചതിൽ പെട്ടെന്ന് ഒരു പ്രതികാരം ഉണ്ടാകുന്നു. ആ പ്രതികാരം തീർക്കാൻ വേണ്ടി സുഹൃത്തുക്കളായിട്ടുള്ള 2 യുവാക്കളെ ബൈക്കിൽ പോകുമ്പോൾ തള്ളി നിലത്തേക്കിടുന്നു. പിന്നാലെ കത്തി കൊണ്ടുവന്ന് കുത്തി കൊലപ്പെടുത്തുന്നു. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടായിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ ഒഴലപ്പതിക്ക് സമീപം കേരാമ്പാറയിലാണ് ദാരുണമായ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ള. ഇക്ബാൽ, ഈ രണ്ടാമത് കുത്തേറ്റയാളുടെ അവസ്ഥ എന്താണ്? സിംസൺ? അരുൺകുമാർ, ഷെഫീഖിൻ്റെ സുഹൃത്ത് സിംസണും ഇപ്പോഴും ഈ കൊഴിഞ്ഞാമ്പാറയ്ക്ക് സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാൾക്ക് കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ ഇയാൾ നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഷെഫീഖിനെയും ഈ സിംസണെയും ഒരേ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. പിന്നാലെ ഷെഫീഖിൻ്റെ നില വളരെ ഗുരുതരമാവുകയും ആ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഷെഫീഖിൻ്റെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ ഷെഫീഖിനും കാളവണ്ടിയുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഈ കാളവണ്ടി എന്ന് പറയുമ്പോൾ അത് കൃഷിക്ക് ഉപയോഗിക്കുന്ന കാളവണ്ടിയല്ല. ഈ മത്സര ഓട്ടങ്ങൾ നടക്കാറുണ്ട് ഉത്സവങ്ങളും അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളിൽ. അതിനെല്ലാം ഉപയോഗിക്കുന്ന കാളവണ്ടിയാണ്. ആ കാളവണ്ടിയുമായി 2 കൂട്ടരും പോവുകയായിരുന്നു. ഇതിൽ പെട്ടെന്ന് നെൽസന്റെ ഈ കാളവണ്ടിക്ക് പിറകിലാണ് ഷെഫീഖ് സുഹൃത്തിനൊപ്പം ബൈക്കിലെത്തിയത്. അപ്പോൾ കയറി പോകണം, ഈ വാഹനം ഓവർടേക്ക് ചെയ്ത് കയറി പോകണം, അതിനുവേണ്ടിയാണ് ഹോൺ അടിച്ചത്. പക്ഷേ അതിൽ പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാവുകയായിരുന്നു നെൽസനും സുഹൃത്തിനും. ആ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതികാര നടപടിയാണ് ആ യുവാക്കൾ സംഭവമായി പോയി.
ഒന്ന് ആലോചിക്കുക, കാളവണ്ടിയായിട്ട് പോകുമ്പോൾ പുറകിൽ ഹോൺ അടിച്ചപ്പോൾ കാളവണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ചെറുപ്പക്കാരെ കുത്തി കൊലപ്പെടുത്തുക, അപ്പോൾ പിന്നാലെയുള്ള ആളെ കുത്തി പരിക്കേൽപ്പിക്കുക എന്നുള്ളത്. ഒരു ഭാഗത്ത് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഉറങ്ങാതെ കിടന്ന് ഉഷ്ണം കൊണ്ട് വിയർത്തയാളെ വീശുന്നയാളെ കാണാം. മറുഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയാലോ, ഇവിടെ ഒരു ഗ്രാമത്തിൽ കാളവണ്ടിയുടെ പിന്നാലെ വന്ന് ഹോൺ അടിച്ചതിൻ്റെ പേരിൽ ഹോൺ അടിച്ച ബൈക്ക് യാത്രികനെ കുത്തിക്കൊല്ലുന്നവനെയും കാണാം. ഇത് എന്ത് ലോകമാണോ എന്തോ.